ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന അവിടെ ഒരു ഇവൻ്റ് ഉണ്ട്. ഇവൻ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം ഉള്ള ഒരു ഇവൻ്റാണ്. എന്താ ഇവൻ്റിൽ നടക്കുന്നതെന്ന് എനിക്കറിയാൻ മേല, കാരണം ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ മെയിനായിട്ട് ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അവിടുത്തെ പരിപാടി എന്താണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ബയോ. ഈ പരിപാടി എന്താണ്, എങ്ങനെയാണ്, എവിടെ വെച്ചിട്ടാണെന്നൊന്നും ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളോട് എല്ലാവരോടും വർക്ക് ചെയ്യുന്ന പ്ലേസിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷമാണ് ബോസ് ഞങ്ങളോട് പറയുന്നത് നമുക്കൊരു ബോട്ടിങ് പോയിട്ട് വരാമെന്ന്. അപ്പോൾ ഈ ഇവൻ്റ് നടക്കുന്നത് ഒരു ഹൗസ് ബോട്ടിനുള്ളിൽ വെച്ചിട്ടാണ്. ഞാൻ ഇതുവരെ സ്ലോവേനിയ വന്നിട്ട് ഇതുവരെ ഒരു ഹൗസ് ബോട്ടിങ്ങിനും പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ സെൻട്രലോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് തോന്നിപ്പോകും നമുക്കിതുപോലെ ഒരു പ്രാവശ്യം നമുക്ക് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഫ്രീ ആയിട്ട് എൻ്റെ ബോസ് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരെയും ഹൗസ് ബോട്ടിൽ കൊണ്ടുപോയി. Explain you a little about the river and the canal. So now we are coming to the water gates. Today is here 4-meter fall down. 4 meter. Yeah, but don't worry, we are on the safe side. Here is majority of hospitals and clinics, and the motor is still running. But anyway. അങ്ങനെ ലുബ്ലിയാന റിവറിനെ പറ്റിയുള്ള ചെറിയൊരു എക്സ്പ്ലനേഷനിൽ നിന്ന് തന്നെയായിരുന്നു ഈ ജേണി അങ്ങ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഇവൻറ്റിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ പരസ്പരം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെ പറ്റി അറിഞ്ഞിരിക്കുക, അവരോട് സംസാരിക്കുക, അതുപോലെ തന്നെ വർക്കിൻ്റെ ടെൻഷനൊക്കെ ഒന്ന് മാറ്റി ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അറ്റ്മോസ്ഫിയറും കൂടെയാണ് ഈ ഇവൻറ്റിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഷാമ്പെയിനൊക്കെ പൊട്ടിച്ച് അങ്ങ് ഇവൻ്റ് അങ്ങ് സ്റ്റാർട്ടായി. ഇതാണ് ഞങ്ങളുടെ ബോസ്. പുള്ളിക്കാരൻ നൈസാണ്. പുള്ളിക്കാരൻ എല്ലാവരുടെയും കൂടെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുമായിരുന്നു. ഇതായിരുന്നു ഇവൻറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത ഫുഡ്. നമ്മുടെ നാട്ടിൽ ചിക്കനും ബിരിയാണിയൊക്കെ ആയിരിക്കും പാർട്ടിക്ക് വെക്കുന്നത്, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അങ്ങനെ ഞാൻ ചോക്ലേറ്റിൽ നിന്ന് തന്നെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഈ പാർട്ടിക്ക് ഞാൻ മെയിനായിട്ട് പോകാൻ കാരണവും ഫുഡ് ഉള്ളത് കൊണ്ടാണ്. ഫ്രണ്ടിലെല്ലാം ഫുഡ് ഇരിക്കുന്നത് കൊണ്ട് തന്നെ കാണുമ്പോൾ തന്നെ അങ്ങ് വയറ് നിറയും. എങ്കിലും നമ്മൾ ഫുഡ് മുഖ്യമായതുകൊണ്ട് കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല. എന്താ വിശേഷം? വിശേഷം. സുഖം. Porota with beef. Most of people they like beef, but most of people don't like beef. In Kerala, ഈ പറയുന്ന മലയാളം വേർഡ്സൊന്നും ഞങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തതല്ല, അവർക്ക് അറിയാവുന്നതായിട്ട് ഞങ്ങൾ കേരളത്തിൽ നിന്ന് വന്നതുകൊണ്ട് ഞങ്ങളോട് അവരിങ്ങോട്ട് സുഖമാണോ വിശേഷമാണോ എന്നൊക്കെ ചോദിച്ചതാണ്. ഇവനാണ് ബ്ലേസ്. ഇവൻ ഇപ്പോൾ ഇവിടുത്തെ പുതിയൊരു സൂപ്പർവൈസറും കൂടെയാണ്. അപ്പോൾ ഇവൻ്റെ ഒരു ആഫ്രിക്കൻ ഡാൻസും കൂടെ ഈ ഇവൻറ്റിലുണ്ടായിരുന്നു. അങ്ങനെ കളിച്ചും ചിരിച്ചും പാട്ടും പാടിയും ഒക്കെ അവരവരുടെ ലാംഗ്വേജിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തും അങ്ങനെ സമയം പോയത് തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് കെവിനും ഞാനും മാത്രമേ മലയാളീസായിട്ട് അവിടെ ഉള്ളൂ. ബാക്കി ഒരു ചേച്ചി കൂടെ ഉണ്ട്. ആ ചേച്ചി വീക്കിലി 2 ദിവസം മാത്രം വരും. അപ്പോൾ ഇന്ന് ആ പാർട്ടിക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ 5:30 തുടങ്ങിയ പാർട്ടി ഏറ്റവും ലാസ്റ്റ് അവസാനിച്ചത് 8 മണിക്കായിരുന്നു. അതുപോലെ തന്നെ സമയം പോയത് തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇവിടെ ഇപ്പോൾ 9 മണിയായാലും ഇരുട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് ടൈം പോകുന്നത് ഒന്നും അറിയാൻ പറ്റത്തില്ല. അങ്ങനെ അന്നത്തെ പാർട്ടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും ബൈ ബൈ പറഞ്ഞ് തിരിച്ചു പോവാണ്. Spirit of family. You must know that you must count to each other. Understand? You can count to each other. Yeah, or See you tomorrow, Nisha. Bye. You working tomorrow, no? Yeah. See you there. I will be 10 o'clock. From 10? 10? No. 10 to 5. Okay. Okay, bye. Bye, Chair. I see you tomorrow. ഗൈസ്, അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് നേരെ റൂമിലോട്ട് പോവാണ്. ഇവിടെ ഇപ്പോൾ
രാത്രി ലേറ്റായി 9 മണിയായി, പക്ഷെ ഇരുട്ടിയിട്ടില്ല, ഇപ്പോഴും ക്ലിയർ ആയിട്ട് കിടക്കും, കുഴപ്പമില്ല. അല്ലേ, ഞാൻ കരുതിയത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോട്ടലിൽ തന്നെ ജസ്റ്റ് ഒരു പാർട്ടി പോലെ നടത്തുമെന്നാണ്. പക്ഷെ അങ്ങനെയല്ലായിരുന്നു, നേരെ തിരിച്ചായിരുന്നു സംഭവിച്ചത്. വീഡിയോ കണ്ടില്ലേ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയായിരുന്നു സെറ്റപ്പ് എന്ന്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ഗൈസ്.